ഹായ് ഹലോ നമസ്കാരം. ബ്രേക്ക് ത്രൂവിലേക്ക് സ്വാഗതം. അതൊക്കെ അവിടെ ആയിക്കട്ടെ, എന്തിനാ കേരളത്തിന് തോപ്പിച്ചേ? തൃക്കാക്കരയിൽ നിൽക്കുന്നത് ആരാന്നറിയാം? അഖിൽമാരാണ് നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അതിനോടുകൂടി അഡാപ്റ്റ് ആവുക. കോടിക്കണക്കിന് പൈസ കേന്ദ്രത്തിൽ നിന്ന് ഒഴുക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലോ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എംഎൽഎ അല്ല നമുക്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ നടക്കുന്നത് അവിടെ? മണലൊഴിച്ചാണ്. നമ്മൾ കുറച്ച് നാളായി ഇൻ്റർവ്യൂസൊക്കെ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിലൊക്കെ നല്ല നല്ല ഇൻ്റർവ്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കും. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഇലക്ഷൻ്റെ ചൂടാണ്. കേരളത്തിൽ ഫുള്ള് ചൂടാണ്. ഇലക്ഷൻ്റെ ചൂടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്നത് ട്രിവാൻഡ്രത്താണ്, അരുവിക്കരയിലാണ്. അത് പരസ്പരം സീരിയലിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ വിവേകേട്ടനാണ്. ഇപ്പം 2021 ഇലക്ഷനിൽ നിന്നു ഇപ്പോൾ വീണ്ടും 2025 26 അരുവിക്കരയിൽ നിൽക്കുകയാണ്. നമ്മൾ ഇലക്ഷൻ്റെ ഇൻ്റർവ്യൂ അല്ല എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പ്രചരണത്തിനിടയിൽ ഓടിപ്പിടിച്ച് നമ്മൾ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ട്. വിവേകേട്ടാ നമസ്കാരം. നമസ്കാരം. സോറി കേട്ടോ, നല്ല ഭയങ്കര ചൂട് കൈക്കൊക്കെ കേട്ടോ. ഈ ചൂടത്ത്, ഇത്രയും വലിയ ചൂടത്ത് പുറത്തിറങ്ങി നമ്മൾ ഈ എന്താ പറഞ്ഞ ഈ ആൾക്കാരെ കണ്ട് നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലല്ല നമ്മളിപ്പോൾ ഈ പ്രചരണത്തിന് പോകുന്നത് അല്ലേ? ഹൗ ഡു ഫീൽ? ഒരു നല്ല തിരക്കും ചൂടുമാണ്. കാരണം ഒന്ന്, നമ്മൾ അരുവിക്കര മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ്റെ ഇത് അനൗൺസ് ചെയ്ത് വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചൂടുണ്ട്. മാത്രമല്ല നമുക്കിവിടെ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഒത്തിരി വോട്ടർമാരെ കാണാനുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ എത്തിപ്പെടാനുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചൂടും തിരക്കും, പിന്നെ മാത്രമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയുടെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ഒത്തിരി ചൂടിലാണ്. പക്ഷേ 14 ജില്ലയിൽ 12 ജില്ലയിൽ പിന്നെ യെല്ലോ അലേർട്ടാണ്. അതിനകത്ത് 36 ഡിഗ്രി ഏറ്റവും കുറവുള്ളത് ട്രിവാൻഡ്രം ജില്ലയിലാണ്. എങ്കിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ചേട്ടാ, ഈ ഇലക്ഷൻ്റെ ചൂടിനിടയ്ക്കും നമുക്ക് സീരിയലിൻ്റെ ലൊക്കേഷനുണ്ട്. ഇപ്പോൾ സീരിയൽ ചെയ്തു നിൽക്കുന്നുണ്ട്. അതിലൊക്കെ മുന്നേ പരസ്പരം എന്ന സീരിയലിലൂടെയാണ് താങ്കളുടെ ഫേസ് എല്ലാവർക്കും സുപരിചിതമായത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത്. ഇപ്പോഴും ഇലക്ഷന് നമ്മൾ പ്രചരണത്തിന് പോകുമ്പോൾ ആ ഒരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പ്രചരണത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ വരുന്ന പേരും അവരെന്നെ വിളിക്കുന്ന പേരും സൂരജ് എന്നുള്ള പേര് തന്നെയാണ്. പിന്നെയാണ് അവർക്ക് മനസ്സിലാവണം സൂരജ് എന്നുള്ള പേര് വിവേക് ഗോപൻ. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വിവേക് ഗോപൻ എന്നുള്ള പേര് വളരെ സുപരിചിതനായി എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാറ്റ്ഫോം ആണല്ലോ. അത്ര വലിയ പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ സൂര്യൻ തന്നെയാണ് വിവേക് ഗോപൻ എന്നുള്ളത് ജനങ്ങൾക്ക് അധികം താമസിക്കാതെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എനിക്കത് സാറ്റലൈറ്റ് ചാനലിനെക്കാട്ടിലും മെയിൻ തിങ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് തോന്നുന്നു. ആദ്യം ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയ. തീർച്ചയായിട്ടും. ഇപ്പം ചേട്ടാ, എനിക്കൊരു ഡൗട്ടാണ്. നമ്മൾ 2021 ഇലക്ഷന് നമ്മൾ നിന്നു, അതിൽ തോറ്റു. വീണ്ടും തോറ്റ ഒരാളെ വീണ്ടും 2025 എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? തോറ്റു എന്നുള്ളതല്ല, നമ്മൾ അതിനേക്കാൾ ഉപരി ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിന് മുമ്പുള്ള വർഷത്തിനേക്കാളും 4000 വോട്ട് ഞാൻ കൂടുതൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ ഒരു പരിഗണന ആയിരിക്കണം ചിലപ്പോൾ എനിക്ക് ഇന്നിപ്പം അരുവിക്കരയിൽ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ മാത്രമല്ല ഞാനും ഈ നമ്മുടെ ചവറയിൽ മത്സരിച്ചതിന് ശേഷവും തുടർന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചവറ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഉണ്ടായിരുന്നു, അതുപോലെ കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി ഈ പറഞ്ഞ പോലെ പാർട്ടിയിൽ ഒരു അംഗത്വം ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഈ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു, അതുപോലെ സ്പോർട്സ് സെല്ലിൻ്റെ കൺവീനർ കൂടെയാണ് BJPയുടെ. അപ്പോൾ അങ്ങനെ പാർട്ടിയുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ചാൻസ് വന്നപ്പോൾ അവർ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് താങ്കളുടെ ഭാഗ്യം. ബാക്ക് ടു നിങ്ങളുടെ ഒരു എന്താണ് റിയൽ ലൈഫിലേക്ക്, ആ ഒരു സീരിയൽ ലോകത്തേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷൂട്ട് ഇപ്പോൾ നടന്ന് എറണാകുളം ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ. ഇപ്പോൾ ട്രിവാൻഡ്രം ബേസ് ചെയ്താണ്. ഇപ്പോൾ ഏതൊക്കെ സീരിയലാണ് ഇപ്പം നിലവിൽ ചെയ്തത്? ഇപ്പോൾ സൂര്യ TV ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 സുന്ദരികൾ എന്നാണ് സീരിയലിൻ്റെ പേര്. അത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ്. ബാലരാമപുരത്താണ് ഷൂട്ട് നടക്കുന്നത്. സീരിയലുകൾ കൂടുതലും തിരുവനന്തപുരത്ത് തന്നെയാണ് ഷൂട്ട് നടക്കാറ്. അപ്പോൾ ഈ ഇലക്ഷനായിട്ടപ്പോൾ എങ്ങനെയാണ് അപ്പം അത്? ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നതുകൊണ്ട് അവർ സീരിയലിൽ നിന്ന് നമുക്കൊരു ഇളവ് തന്നിട്ടുണ്ട്. നിങ്ങളെ ഗൾഫിലേക്ക് വിട്ടോ? ഗൾഫിലേക്ക് എഴുതിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ അല്ല സീരിയലിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്സിലോട്ടും കൂടെ ഇറങ്ങിയത്, രാഷ്ട്രീയത്തിലും കൂടെ ഇറങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് സമയമുണ്ട്, എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള സമയം കൂടെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പം സീരിയൽ അത്ര വലിയ ഹെക്ടിക് ഷൂട്ടൊന്നും അല്ല. പണ്ടത്തെ പോലെ ഈ ഓടി നടന്ന് ഒരു ദിവസം പോലും ഓഫ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഡേ ആൻഡ് നൈറ്റ് മൊത്തം ചെയ്യുന്ന അങ്ങനെയുള്ള ഷൂട്ടിംഗ് ഒന്നും അല്ല ഇപ്പം.
കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡിലാണ് ഇപ്പോൾ നമ്മളെ സീരിയലും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഇതായിട്ടുള്ള പൊളിറ്റിക്സും എൻ്റെ മണ്ഡലവും അതുപോലെ എൻ്റെ കർത്തവ്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാനുള്ള സമയവും എനിക്ക് എൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രചരണത്തിന് ഇത്രയും ദിവസമൊന്നും അടുപ്പിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിലും ഈ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും സമയം കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇലക്ഷന് തന്നെ നിൽക്കില്ല. ഒരു 3 വർഷം ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുത്ത അദ്ദേഹത്തിൻ്റെ, പക്ഷേ വളരെ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ, മലയാളത്തിൻ്റെ അക്ഷരസ്ഫുടത, ഇതിലൊക്കെ വാക്കുകളുടെ ആ ഒരു ദൈർഘ്യം, ആ ഒരു ഡെപ്ത് ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി. അതൊക്കെ അവിടെ ആയിക്കട്ടെ, എന്തിനാ കേരളത്തിനെ തോപ്പിച്ചേ? അമ്മ സ്ട്രൈക്സിനെ എന്തിനാ തോപ്പിച്ചേ? അത് ശരിക്കും നമ്മൾ ഈ പ്രാവശ്യം വളരെ മനോഹരമായിട്ടുള്ള ഒരു ടീമായിരുന്നു കേരള സ്ട്രൈക്കേഴ്സ്. സൂപ്പർ ടീമായിരുന്നു, വളരെ ഭംഗിയായിട്ടുള്ളൊരു ടീമായിരുന്നു. നമ്മൾ ടീം വെൽ സെറ്റ് ടീമായിരുന്നു. കാരണം നമുക്ക് ഇത്രയും സെറ്റായിട്ടുള്ള ഒരു ടീം മെമ്പേഴ്സും ടീം സ്ക്വാഡും ഇന്നേ വരെ കേരള സ്ട്രൈക്കേഴ്സിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും സെറ്റായിട്ടുള്ളൊരു ടീമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് എന്താ പറയുക, നമ്മൾ ശരിക്കുള്ള ക്രിക്കറ്റ് എടുത്ത് നോക്കുമ്പം ഏറ്റവും നല്ല ടീം ന്യൂസിലാൻഡ് വളരെ നല്ലൊരു ടീമാണ്. പക്ഷെ ഇന്നേ വരെ അവർക്ക് കപ്പടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഓ അങ്ങനെ. അതുപോലെയാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ജേഴ്സിയും ഏകദേശം ന്യൂസിലാൻഡ് ടീമിന്റെ പോലത്തെ ജേഴ്സി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന കാലങ്ങളിൽ ഇപ്പൊ നമ്മൾ അതിനുശേഷവും നമ്മൾ ടീമായിട്ട് പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും കേരള സ്ട്രൈക്കേഴ്സിന്റെ ടീം ഇപ്പോഴും ഉണ്ട്. നമ്മൾ സെയിം ടീം ഇപ്പോഴും ഉണ്ട്, ഗ്രൂപ്പായിട്ട് ആക്റ്റീവാണ്. നമ്മൾ തന്നെ ഗ്രൂപ്പിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഉണ്ണി അടക്കം, അതായത് നമ്മുടെ ക്യാപ്റ്റൻ അടക്കം വന്ന് ടീം ഓണേഴ്സ് വന്ന് നമ്മൾ മീറ്റിംഗ് മന്ത്ലി കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ അംഗങ്ങളും ഓരോരോ ടീമിൽ കളിക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് കളിക്കുന്നുണ്ട്, അല്ലാതെയും കളിക്കുന്നുണ്ട്, കിട്ടുന്ന സമയങ്ങളൊക്കെ പോയി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് തുടർന്ന് അടുത്ത വർഷത്തേക്ക് ഒരു മികച്ച ടീം ഉണ്ടാക്കിയിട്ട് ഈ ടീമിൽ തന്നെ മികച്ച ടീം ആക്കുക, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കപ്പടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അടുത്ത വർഷം പോവുക എന്നുള്ളതാണ്. അതോടുകൂടി എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ അടുത്ത വർഷം കപ്പടിച്ചതിന് ശേഷം വിരമിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും പറയല്ലേ, അമ്മയെന്നൊക്കെ നിങ്ങളൊക്കെ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അറിയാം, പക്ഷെ അല്ല ഇപ്പൊ ഒത്തിരി നല്ല പുതിയ പ്ലേയേഴ്സ് വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഒരു അവസരം ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുമോ? ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ സിനിമയും കാര്യങ്ങളൊക്കെ വന്ന് വർക്ക് ചെയ്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ അവസരം ഉണ്ടാക്കി പോയതല്ലല്ലോ, നമ്മളെ തേടി വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള അവസരം കിട്ടും, അത് നമ്മുടെ ഭാഗ്യം പോലെ. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക എന്നുള്ളതേ ഉള്ളൂ, പ്രയത്നിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചേട്ടാ, എനിക്കൊരു വിഷമം വന്നൊരു കാര്യം, ഞാൻ നമ്മുടെ കളി കണ്ടപ്പം 2 ഓവറിൽ ഓൾമോസ്റ്റ് 38 റൺ വേണം, 39 റൺ വേണം ബെന്നിച്ചേട്ടനെ എറിയുന്നത്. അപ്പോൾ ഒരിക്കലും പേഴ്സൺ ആണ് അദ്ദേഹം. നമ്മുടെ എല്ലാ മാച്ചും വളരെ മനോഹരമായിട്ട് ബോൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അതെ, തീർച്ചയായിട്ടും നല്ല ഉഗ്ര ബോളറാണ്. അപ്പം ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, വീട്ടിൽ വന്ന് സുഖമായിട്ടിരുന്ന് കാണാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഓവറിൽ ഏതാണ്ട് പിന്നെ 9 റണ്ണാണ്ട് മതി. 9 ഒരു ഓവറിൽ 18 റൺ മതി. അപ്പം അവിടെ ആക്ച്വലി എന്താ അരുൺചേട്ടൻ, നിങ്ങൾ ലൈവായിട്ട് നിന്നൊരാളല്ല, അപ്പം എന്താ പറ്റിപ്പോയത് പുള്ളിക്ക്? നമ്മൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നേ കളി ജയിച്ചു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എത്തിക്കാണാം. നമ്മൾ കാരണം ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ ഉള്ള ഫീൽഡിലേക്ക് എത്തിക്കാണാം. പിന്നെ ആ ബെന്നിയെ അടിച്ച ബാറ്റ്സ്മാൻ അദ്ദേഹം വളരെ മികച്ചൊരു പ്ലെയർ ആയിരുന്നു. അദ്ദേഹം പല മാച്ചസിലും അദ്ദേഹം കുറച്ചുകൂടെ മുകളിലാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മളുമായിട്ട് കളിച്ച സമയത്ത് എന്തോ കാരണവശാൽ അദ്ദേഹം കുറച്ച് താഴെ ഇറങ്ങി. എന്നിട്ടും ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അദ്ദേഹം ഇത്ര മനോഹരമായിട്ട് ബാറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിച്ചില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ആ ഒരു സമയത്ത്, പിന്നെ ഈ 2020 എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡേയിലെ ഗെയിമാണ്. നമുക്കത് നമ്മുടെ ഫോമോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസോ ബേസ് ചെയ്തിട്ടുള്ള കളിയല്ല. നമുക്ക് അത്രയും വലിയ ടെക്നിക്കലി പെർഫെക്റ്റ് ആവണം എന്നൊന്നുമില്ല 2020. നമ്മൾ ബാറ്റും ബോളും കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അന്നത്തെ ആ ഒരു സമയത്ത് അന്നത്തെ ആ ഒരു ദിവസം അദ്ദേഹത്തിന് കറക്റ്റ് ആ ബോളുമായിട്ട് കണക്റ്റ് ആയി. അത് 3 ബോൾ അയാൾ 6 അടിച്ചു. നീ പറഞ്ഞ പോലെ അന്നത്തെ ആ ഒരു ദിവസം ബെന്നിയുടെ ബാഡ് ഡേ ആയിരുന്നു. കാരണം എല്ലാ മാച്ചസും വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബാഡ് ഡേ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നു കപ്പിൾ ഓഫ് മിനിറ്റ്സ് എനിക്ക് തോന്നുന്നു അവർക്ക് ഭാഗ്യമായിട്ട് തുണച്ചു എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് മിനിറ്റ്സ്, കപ്പിൾ ഓഫ് മിനിറ്റ്സ് അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും. ബാക്ക് ടു നമ്മുടെ ഫെഫ്കയുടെ ടൂർണമെൻറ്റ് വരുവാണെങ്കിലും ഒരു ബെസ്റ്റ് ബാറ്റ്സ്മാൻ പോയിരിക്കുന്നത് 4-5 റണ്ണിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് പോയിരിക്കുന്നത് താങ്കളുടെ. കാര്യം പ്രോഗ്രസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ബാറ്റിങ്ങിൽ നിങ്ങളുടെ. അപ്പം വിവേകേട്ടൻ ആ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഞാനും ഒരു ടീമിന് വേണ്ടി കളിക്കാറുണ്ടായിരുന്നു അന്ന് അവിടെ, സൂപ്പർ കിങ്സിന് വേണ്ടി. അപ്പോൾ അന്ന് വിവേകേട്ടൻ്റെ ബാറ്റിംഗ് ഞാൻ അവിടെ നോക്കിയിട്ടുണ്ടപ്പോൾ ഞാൻ വെളിയെന്ന് പറഞ്ഞു, അദ്ദേഹം
ഇത്രയും എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന് അല്ലെങ്കിൽ അമ്മ സ്ട്രൈക്കേഴ്സിന് കളിച്ചതിന് ശേഷം ആ ഒരു കോൺഫിഡൻറ്റ് എന്താ ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടിയത്? ടെന്നീസ് ബോൾ ആയതുകൊണ്ടാണോ? അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ കളി തുടങ്ങുന്നത് ടെന്നീസ് ബോളിൽ നിന്നാണല്ലോ. അപ്പം പിന്നെ ടെന്നീസ് ബോളിൽ ഞാൻ ഒത്തിരി ക്ലബ്സിന് വേണ്ടി കളിക്കാൻ പോയിട്ടുണ്ട് പണ്ട്. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ക്രിക്കറ്റ് ബോളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അതിലോടുകൂടി അഡാപ്റ്റ് ആകും എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ആകുമോ അത്രയും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഉള്ള എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്തോ പെട്ടെന്ന് നമ്മളെ ബോഡി, കാരണം ഇത് നമ്മൾ ഈ എത്ര നാൾ കളി നിർത്തിയാലും നമ്മൾ പഴയ ഒരു ചൊല്ലുണ്ടല്ലോ, അണ്ണാൻ കുഞ്ഞിനെ പഠിപ്പിക്കണ്ട എന്നുള്ളത്. അപ്പം അത് എന്തോ ആ സമയത്ത് അങ്ങനെ ഒരു ഫീൽഡിൽ നമ്മൾ കളിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വളരെ മനോഹരമായിട്ടും എല്ലാം നമുക്ക് അനുയോജ്യമായിട്ടും വരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ പിച്ച് ബാറ്റ്സ്മാൻമാർക്ക് ഫേവർ അല്ലായിരുന്നു അവിടെ. എങ്കിൽ പോലും നിങ്ങൾ അവിടെ അടിച്ചു എന്നുള്ളതാണ് സത്യം. ഈ 70+, 60+ ഒക്കെ അവിടെ അടിച്ചു എന്നുള്ളതാണ്. എന്തായാലും അതിൽ കൺഗ്രാറ്റ്സ്, അന്ന് പറയാൻ പറ്റിയില്ല. ഓ താങ്ക് യു ചേട്ടാ. അതുപോലെ തന്നെ ബാക്ക് ടു നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, ചേട്ടൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ ചേട്ടൻ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും? ഇവിടെ ഒത്തിരി രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റിയൊരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമായിട്ട് നേരിടുന്ന ഒരു മേഖലയാണ് അരുവിക്കര. അതുപോലെ റോഡിൻ്റെ പ്രശ്നം പറയുന്നത്, നമുക്ക് ഈ കാണുന്ന റോഡുകളൊന്നും അല്ല, അത് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റോഡുകൾ തീരെ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അവിടെയൊക്കെ വെള്ളക്കെട്ടുകളാണ്. ഇനിയിപ്പോൾ ഒരു നല്ല മഴയോ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കതുവഴി യാത്രാ രീതിയിലുള്ള ബുദ്ധിമുട്ടിന് ഒത്തിരി ഉണ്ട്. കാരണം നമുക്കൊരു ആൾക്ക് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് വരാനോ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ള ഒരു മേഖലകളാണ് കൂടുതലും. പിന്നെ റോഡുകളുടെ വികസനം വന്നിട്ടുള്ള മേഖലകളൊക്കെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്ക് യോജന വഴി വന്നിട്ടുള്ള മേഖലകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ അരുവിക്കര ഡാം, അത് ഈ പറഞ്ഞ പോലെ ചെളി അടിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അതിന് ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ആ ടെൻഡർ എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ MLA-യുടെ, നമ്മുടെ സിറ്റിംഗ് MLA-യുടെ അവരുടെ ബന്ധുക്കളാണ് ഈ ടെൻഡർ തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ ചെളി ഊറ്റൽ നടക്കുന്നില്ല, ചെളി മാറ്റൽ മാത്രം നടക്കുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മണലൂച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ശ്രദ്ധകളും കാര്യങ്ങളും പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയാനായിട്ട് നമുക്ക് സർവ്വസജ്ജമായിട്ടുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ ഇല്ല. ഇനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലായിക്കോട്ടെ ഒരു ആംബുലൻസ് ഇല്ല. ഒരു രോഗി വന്നാൽ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും അതെ, മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്കറിയാം ഓരോ അവസ്ഥ. ഇന്നിപ്പം രോഗികളെ തിരിച്ച് ഡോക്ടർമാരെ കുത്തിക്കൊല്ലണ കാലങ്ങളാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഉള്ള ഡോക്ടർമാർ കൂടെ പേടിച്ചിരിക്കുക. അപ്പം നല്ല ഡോക്ടർമാരില്ല, രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള അവസ്ഥയില്ല. പിന്നെ ഒരു ആംബുലൻസിൽ ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ വേണ്ട ആംബുലൻസോ അങ്ങനെയുള്ള സർവ്വസജ്ജങ്ങളായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല. ഇതെല്ലാം പോട്ടെ, ഇനി അങ്കണവാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയിൽ അങ്കണവാടികൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല, ഒരുപാട് ട്രൈബൽ മേഖലകളുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും നമ്മുടെ MLA-യുടെ കണ്ണ് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിവിടെ MLA ഉണ്ട്, പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലോ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള MLA അല്ല നമുക്ക് വേണ്ടത്. ചേട്ടനെല്ലാം നേരിട്ട് കണ്ടോ ഇതെല്ലാം ഇങ്ങനെയുള്ള? ഞാൻ ഇനി ഈ പറഞ്ഞ പോലെ ട്രൈബൽ മേഖലയൊക്കെ സഞ്ചരിക്കാൻ ഇരിപ്പുണ്ട്, ട്രൈബൽ മേഖലകളൊക്കെ പോകാനുണ്ട്. ഞാനിപ്പോൾ നമ്മൾ പ്രചരണം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം ആവുന്നതേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഞാൻ എത്തിപ്പെടാൻ പറ്റുന്ന ഈ മണ്ഡലം മൊത്തം റോഡ് ഷോ വച്ചു. ജസ്റ്റ് ഒരു റോഡ് ഷോ പോലെ എല്ലായിടത്തും പോയി. ഇത് വളരെ ചുരുക്ക സമയങ്ങളെ നമുക്കുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ ഞാൻ 100% ഷുവറായിട്ട് ഞാൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനും ഇവരുടെ ഒപ്പം നിൽക്കാനും ഞാൻ റെഡിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടും ഞാൻ ഈ മത്സരത്തിന് ശേഷവും ചവറയിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഒത്തിരി പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കുഞ്ഞു മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വരെ ഞാൻ നമ്മുടെ വളരെ അടുത്ത് അറിയുന്ന സുഹൃത്ത് വലയത്തിൽ നിന്ന് കുറച്ച് പൈസ രൂപീകരിച്ച് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും അല്ലാതെ നമുക്ക് വളരെ ചോദിച്ച
ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒരു എമൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഒരു 10-15 മൊബൈൽ ഫോണോളം നമ്മൾ പല വീടുകളിലും ചവറയിൽ, അതായത് വളരെ തീരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന പല വീടുകളിലും നമ്മൾ കുഞ്ഞുമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ചവറയിൽ അത്രയും മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്, കൊല്ലത്ത് അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവർക്കും എന്നല്ല, സാധാരണ ജനങ്ങൾക്കൊരു ഇതുണ്ട്, പുള്ളി ഒരു ആക്ടറാണ്, അന്ന് ഇലക്ഷന് മത്സരിച്ച് അതുവഴി പോകുന്നത്, അങ്ങനെയല്ല. നമ്മൾ പാർട്ടിയുടെ ചുമതലയും കൂടെ ഒരാളാണ്. അത് അങ്ങനെ ഇലക്ഷന് മത്സരിച്ച് തിരിച്ച് പൊടിയും തട്ടി പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചത്. നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞും കണ്ടും അവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളതും, പിന്നെ എൻ്റെ മനസ്സിലൊരു ഡ്രീമും ഒരു എയിമും ഉണ്ട്. അതായത് ഞാൻ മത്സരിക്കുന്ന മണ്ഡലം ഞാൻ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും, ഇങ്ങനെ ഈ വാരി വലിച്ചു കൂട്ടി ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മറ്റേ ഈ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വസജ്ജമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ. 1-2 ആശുപത്രികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. പിന്നെ ഒത്തിരി പാലങ്ങൾ പണിയായിട്ട് കിടപ്പുണ്ട്. ഈ അരുവിക്കര ഡാമിൻ്റെ കൂടെ പോകുന്ന ക്രോസ് ചെയ്യുന്ന പാലം തന്നെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരിട്ട പാലമാണ്. അതുപോലും ഇപ്പുറത്ത് പുതുക്കി പണിയാനായിട്ട്, തൊട്ടപ്പുറത്തൊരു പുതിയ പാലം പുതുക്കി പണിയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുടിവെള്ളക്ഷാമം നമുക്ക് പറയാം. ഇവിടെ നമ്മളെല്ലാം കേൾക്കുമ്പോൾ വിചാരിക്കും അരുവിക്കരയിൽ കുടിവെള്ളക്ഷാമം നമുക്ക്, കാരണം ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ബാക്കി മേഖലകളിൽ കുടിവെള്ളം കൊണ്ടുപോകുന്ന അരുവിക്കരയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ കുടിവെള്ളക്ഷാമം ഭയങ്കര രൂക്ഷമാണ് മേഖലകളിൽ. അപ്പം അങ്ങനെയുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് അടിസ്ഥാനപരമായിട്ടുള്ളൊരു സൗകര്യം ലഭ്യമാക്കിയാൽ പിന്നെ ടൂറിസത്തിന് ഒത്തിരി അനന്തമായിട്ടുള്ള സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ അരുവിക്കര എന്ന് പറയുന്നത്. ടൂറിസവും കൂടെ സർവ്വസജ്ജമാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള പല യുവാക്കൾക്കും ജോലി ലഭിക്കും. ഈ പറഞ്ഞ പോലെ സ്വയം തൊഴിലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പല മേഖലകളിലും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മണ്ഡലം ഒത്തിരി ഡെവലപ്പാവും. അപ്പോൾ അതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇത്രയും നാളും ഇടതും വലതും ഒക്കെ മാറി മാറി ഭരിച്ചിട്ടും ഇവരൊക്കെ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അവരുടെ വീട്ടിലേക്കും അവരുടെ പോക്കറ്റിലേക്കും മാത്രം. അല്ല, നാടിനത്തേക്ക് എന്ത് വികസനം കൊണ്ടുവന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കും. പെട്ടെന്ന് പറയത്തക്കതായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഈ ഇലക്ഷൻ ഭരണ സമയത്ത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി റോഡ്, അത് നമ്മൾ സ്ഥിരം കാണുന്നത് എല്ലാ വർഷവും എല്ലായിടത്തും കാണുന്നതാണ്. ഇലക്ഷന് അടുക്കാറാകുമ്പോഴത്തേക്കും ഭരണത്തിലുള്ള പാർട്ടി തട്ടിക്കൂട്ടിയ റോഡ് അത് ശരിയാക്കി. അത് നല്ലൊരു മഴ, ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത വേനൽക്കാലം കഴിഞ്ഞ് അടുത്തൊരു ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ചവറയിൽ ഇങ്ങനെ ഫോൺ കൊടുത്തിട്ടുണ്ട് ആ കൊറോണ സമയത്ത് പലരെയും. പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കമ്പനിയാണ്, അവർ കേരളത്തിലൊട്ടാകെ ഉണ്ട്, അവരോട് പറഞ്ഞാൽ അവർ സഹായം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മുമ്പിൽ അവർ ഓർമ്മയുണ്ടോ? ഞാൻ ഇത് പറഞ്ഞത് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സംസാരിക്കാനോ വന്ന ഒരാളല്ല ഞാൻ. പാർട്ടിയില്ല, മതമില്ല, ഒന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രം. പക്ഷേ അദ്ദേഹം ചെയ്തു എന്നുള്ളതിൻ്റെ സാക്ഷി ഞാനും ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ചേട്ടൻ്റെ ബൈക്ക് ഭയങ്കര ക്രൈസാണ് എൻ്റെ ഒരാട് പറഞ്ഞു. ചേട്ടൻ്റെ അടുത്തിരിപ്പുണ്ട് ആളിനെ ഞാൻ പറയുന്നില്ല. ആ ചേട്ടൻ്റെ ഏത് ബൈക്കുണ്ടോ ആ ബൈക്കെല്ലാം BMW-ൻ്റെ 2 ബൈക്കുകളുണ്ടായിരുന്നു, കവാസക്കി ഉണ്ടായിരുന്നു, അതൊക്കെ അവ എന്നോട് പറഞ്ഞു. പിന്നെ ഇപ്പോഴും നിലവിലും ബൈക്ക് ക്രൈസ് ആണെന്ന് പറയുന്നു. ആണോ? ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ മേഖലകളിലൊക്കെ സഞ്ചരിച്ചപ്പോഴും ഞാൻ ആലോചിച്ചൊരൊറ്റ കാര്യമില്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞാലും ബൈക്കിലൊക്കെ ഇവിടെ കറങ്ങുക എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ എളുപ്പമാണ്. നമ്മൾ ഈ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ചേട്ടനെ കാണത്തില്ല ആൾക്കാർ. അതെ. അപ്പോൾ നമ്മൾ ബൈക്കിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരുടെ ഒരാളായിട്ട് മാറാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കും. അപ്പം അങ്ങനെ ഒന്നാമത് ഈ മേഖലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നല്ല എന്താ പറയുക ആൾക്കാരാണ്, നല്ല അടുത്തറിയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എനിക്ക് വലിയ യാത്രാ ദൂരമില്ല. എനിക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് മതി എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അരുവിക്കരയിലേക്ക് എത്താനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്, എനിക്ക് മനസ്സിലെൻ്റെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിങ്ങനെ ഒറ്റയേ ഉള്ളൂ. നമ്മൾ കേരളത്തിൽ തന്നെ മികച്ചതെന്ന് പറയുന്നില്ല, കേരളത്തിൽ ഉടനീളം മികച്ച മണ്ഡലങ്ങളിൽ ഒന്ന് അരുവിക്കരയാക്കാൻ എന്നുള്ള ഒരു സ്വപ്നം. താങ്ക് യു. അപ്പൊ അത് ഈ പറഞ്ഞല്ലോ, അതല്ലേ നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത് മൊത്തം എക്സാമിനറെല്ലാം നമ്മുടെ ഈ പറഞ്ഞ വോട്ടേഴ്സാണ്. അവര് എക്സാം എഴുതി എനിക്ക് നല്ലൊരു മാർക്കിട്ട് വിജയിപ്പിച്ചത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ
സമയങ്ങളും ജീവിതവും തന്നെ മാറ്റിവെക്കാൻ റെഡിയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, 2021 താങ്കൾ ഇലക്ഷൻ നിന്നു, ബാക്കി 4 വർഷം. പ്രിയ പ്രേക്ഷകരെ, ഇത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല. എനിക്കൊരു ചോദ്യം ചോദിക്കണം തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക്കുള്ള ആൻസർ വേണ്ട, പക്ക ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതാണ്. 2020 ശേഷം 4 വർഷമായി. ഇപ്പോൾ ഈ 4 വർഷത്തിനിടയ്ക്ക് ചേട്ടന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞു ഞാൻ അതിനുശേഷം അവിടെ പോയിട്ടുണ്ട്, അവർ കൂടെ നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും ഫേവറബിൾ ആവുന്ന അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം ഈ 4 വർഷത്തിനകത്ത് അവരുടെ ഓർമ്മയിലേക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി അവിടെ ഈ പറഞ്ഞ പോലെ വീടും കാര്യങ്ങളും ഇല്ലാത്ത വ്യക്തികൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അവരെ അങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കും കുറേ പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. അതെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ സംഭവങ്ങൾ തന്നെ മേടിച്ച് കൊടുക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകട്ടെ. പക്ഷെ എന്നാലും സേവഭാരതിയോട് സംസാരിച്ച് പല കാര്യങ്ങളിലും ഒത്തുതീർപ്പാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഈ സ്ഥലമുള്ള സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് സേവാഭാരതിയുടെ ഇടപെടൽ വച്ചിട്ടെങ്കിലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു അത്യാവശ്യം കയറി കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അങ്ങനെ പല. പക്ഷെ അങ്ങനെ 2-3 സ്ഥലങ്ങൾ, അത് കൊല്ലം എന്നുള്ളതല്ല, അല്ലാണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ പോയി ചില സ്ഥലങ്ങളിൽ താക്കോൽ ദാനങ്ങളിലും ഏർപ്പെടാനുള്ള ആ ഒരു ഇത് അതിനകത്ത് സാന്നിധ്യം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ വർഷം എനിക്ക് തോന്നുന്നു NDA സ്ഥാനാർത്ഥികളായിട്ട് കുറേ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ പറയുന്നത് കോടിക്കണക്കിന് പൈസ കേന്ദ്രത്തിൽ നിന്ന് ഒഴുക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം അവരോട്, അതായത് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ കൂടെയാണ് പൈസകൾ നമുക്ക് ചിലവാകുന്നത്, കിട്ടുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ ഇറക്കുന്ന അവർക്ക് കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ടാണ് ഈ ഇലക്ഷന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. 2020 എൻ്റെയും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് പൊതുവേ ഉള്ളൊരു സംസാരം. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടലില്ല, എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു 5 പൈസ ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പാർട്ടിയുടെ ചുമതലയുള്ളൊരു വ്യക്തിയാണ്, പാർട്ടിയുടെ ചുമതലയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്, പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ പൈസയുടെ രീതിയിൽ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ പൈസ അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിലേ ഇല്ല. നമ്മൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു ഏക മനസ്സോടുകൂടി ഇറങ്ങിത്തിരിച്ചു. പിന്നെ ഞാൻ കണ്ടതും വിശ്വസിച്ചതും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിയുണ്ട്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന രീതികളും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ അത്രയും പരമമായ ഒരു എളിയ ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാൾ ഞാനാവണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഞാൻ പാർട്ടിയിലേക്ക് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാനെന്നോ അല്ലെങ്കിൽ പൈസ മേടിക്കാനെന്നുള്ള രീതിയിൽ ഞാൻ ഇന്നവരെ മനസ്സിൽ കണ്ടിട്ടില്ല. എനിക്ക് പൈസ കൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ലാഭം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കാൻ വരെ റെഡിയായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. അപ്പം ജനങ്ങൾക്ക് നല്ലത് ഉണ്ടാക്കണം എന്നുള്ളതും നല്ലൊരു വികസനം നമ്മുടെ ഓരോ മണ്ഡലങ്ങളിലേക്കും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പം തീർച്ചയായിട്ടും ദൈവവും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. ആ മനസ്സ് ജനങ്ങൾ കാണട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ മനസ്സ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത് തിരിച്ച് ആ ഒരു സപ്പോർട്ട് ജനങ്ങളിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റപ്പുറത്തെ സൈഡിൽ നിന്ന് സപ്പോർട്ടും കൂടി ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ സ്വർഗ്ഗതുല്യമാക്കാൻ നമുക്ക് സാധിക്കും. ഗിവ് ആൻഡ് ടേക്ക് പോലെ വരട്ടെ അല്ലേ? അതെ, അപ്പം അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തൃക്കാക്കര, അരുവിക്കര, തൃക്കാക്കരയിൽ നിൽക്കുന്നത് ആരാന്നറിയാം? അഖിൽമാരാണ്. അപ്പം അഖിലിനെ കുറിച്ച് ഒത്തിരി അധികം ആൾക്കാർ നിലപാടില്ലാത്തൊരു രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ പറയാറുണ്ട്. പേഴ്സണലി എൻ്റെ ഏറ്റവും സുഹൃത്താണ്, ഞങ്ങൾ ക്രിക്കറ്റ് മേറ്റ്സ് ആണ്. ഈ പറഞ്ഞ CCL ടീം. അതെ അതെ, എനിക്കും ഏറ്റവും അടുത്തറിയാം. ഞാൻ CCLിലാണ്. ഞാൻ ഒത്തിരി പരിചയപ്പെടണമെന്നും നേരിട്ട് സംസാരിക്കണമെന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അതെ, ബിഗ് ബോസ് കഴിഞ്ഞ സമയം. പക്ഷേ CCL വഴിയാണ് ഞാൻ അദ്ദേഹത്തിന് അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതും. മനസ്സുകൊണ്ട് ഭയങ്കര ശുദ്ധനായിട്ട്. അതെ, തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ CCLിനിടയിൽ തന്നെ പാർട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രം ഒരുപാട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ആശയത്തിനോടും നിങ്ങളുടെ ചിന്താഗതിക്കും ഏറ്റവും ഇണങ്ങിയ പാർട്ടിയും പറ്റിയ പാർട്ടിയും നമ്മുടെ പാർട്ടിയാണ്. തീർച്ചയായിട്ടും അതിലോട്ട് വരാനായിട്ട്
ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അവൾ കറങ്ങി തിരിഞ്ഞ് അവൻ അഖിൽ തീരുമാനം എടുത്തത് വളരെ നന്നായി. കാരണം ഈ പറഞ്ഞ പോലെ അഖിലിന് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന പാർട്ടികളോ ആൾക്കാരോ അല്ല നമുക്ക് ഇനി ആവശ്യം. നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്ന ആൾക്കാരെ വേണം. അതിന് അങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെ അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരോട് ചേർന്ന് നിന്നാൽ മാത്രമേ എല്ലാം സാധ്യമാവും. തീർച്ചയായിട്ടും. ഇനി എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ കമൻസിൽ ഞാൻ പിന്നെന്താണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിവേക് ഗോപന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ട് പിന്താങ്ങി വന്ന ഒരാളല്ല. ഞാനൊരു പാർട്ടിയിലും ഇല്ല, ഒരു മതത്തിലും ഇല്ല, ഒന്നുമില്ല. ഒരു മനുഷ്യനായിട്ട്, പച്ചയായ മനുഷ്യനായിട്ട് ഒരാണ്. ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഒരു പ്രചരണം നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഷാള് മാറ്റണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നത്. അത് മാത്രമല്ല, അപ്പം ഞാനും വിവേകേട്ടനും തമ്മിൽ ഈ പാർട്ടിയിൽ വരുന്നതിന് മുമ്പേ ഉള്ളൊരു ബന്ധമുണ്ട്, ക്രിക്കറ്റിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിന് പുറത്ത് തന്നെയാണ് വന്നത്. പിന്നെ അതുപോലെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ട്രൈബൽ ഏരിയയിൽ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഈ ഒരു പ്രചരണത്തിനിടയ്ക്ക് എത്തിക്കുക. കാര്യം നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് ആൾക്കാർ കാണണ്ടേ. അപ്പോൾ അത് റിക്വസ്റ്റ് പ്രകാരം ആരെങ്കിലും ഒരു ക്യാമറമാൻ വെച്ച് അത് വെളിയിൽ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മളെ കേരളം ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഇലക്ഷൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നല്ല നാളേക്ക് തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങുക. നമുക്ക് നല്ലൊരു നാട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ വോട്ടും പാഴാക്കാനുള്ള ഒരു വോട്ടല്ല എന്നുള്ളത് ചിന്തിച്ച് അർപ്പണബോധത്തോടു കൂടി നമ്മൾ ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യുക. അത് വികസനത്തിന് വേണ്ടിയിട്ടാവണം, അഴിമതിരഹിത രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാവണം, നല്ല ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക. നമ്മുടെ നാടിന് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാട് വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് ഇത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുന്നു. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ വന്ന് നിറയട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന് നിറയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ഈ 2021 പ്രയത്നം 2026 എത്തിയിരിക്കുകയാണ്. ഈ 2026 താങ്കളുടെ ഒരു പ്രയത്നം, ആ ഒരു അംബീഷൻ അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ, പാർട്ടി ബേസിലല്ല പറയുന്നത്. താങ്കൾ ജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരുന്ന ആളുകളിലുള്ള സിനിമകളും സീരിയലുകളും നന്നായിട്ട് നായകവേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനീഷ് ഖാനും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എന്തിനും നമ്മൾ ഉണ്ടാവും. താങ്ക് യു ചേട്ടാ. താങ്ക് യു.